സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിന്റെ ചുമതല ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഏറ്റെടുത്തതിൽ വിശദീകരണം തേടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറുടെ അനുമതിയില്ലാതെ ഡിജിറ്റൽ സർവകലാശാല വിസി അധിക ചുമതലയേറ്റത് ചട്ടവിരുദ്ധമെന്നിരിക്കെയാണ് നടപടി. വിസി ഡോക്ടർ സജി ഗോപിനാഥിനോട് ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകാനും ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശമുണ്ട്. വിസിയുടെ നിയമനാധികാരിയായ ഗവർണറുടെ അനുമതി കൂടാതെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തതിൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയിരുന്നു. അച്ചടക്ക നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നൽകിയ പരാതിയിൽ വിസി ഡോക്ടർ സജി ഗോപിനാഥിനോട് ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിരമിച്ച ഒഴിവിലാണ് ഡോക്ടർ സജി ഗോപിനാഥന് ചുമതല മുഖ്യമന്ത്രി നൽകിയത്. സയൻസിലോ ടെക്നോളജിയിലോ വൈദഗ്ധ്യമുള്ളവരെ മാത്രമേ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി നിയമിക്കാൻ വ്യവസ്ഥയുള്ളൂ എന്നിരിക്കെയായിരുന്നു നിയമനം. നിശ്ചിത യോഗ്യതയില്ലാത്ത മാനേജ്മെന്റ് പ്രൊഫസറായ സജി ഗോപിനാഥിനെ കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി നിയമിച്ചത് ചട്ടവിരുദ്ധമാണ്. മാത്രമല്ല, സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറായിരിക്കെ നിയമനാധികാരിയായ സർക്കാരിന്റെ അനുമതിക്ക് അപേക്ഷ നൽകിയ ശേഷം സാങ്കേതിക സർവകലാശാല വിസിയുടെ അധിക ചുമതല ഏറ്റെടുത്തതിന്റെ പേരിൽ ഡോക്ടർ സിസ തോമസിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച സർക്കാരാണ് ഡിജിറ്റൽ വിസിയുടെ നിയമനാധികാരിയായ ഗവർണറുടെ അനുമതി കൂടാതെ സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിന്റെ ചുമതല സജി ഗോപിനാഥന് നൽകിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരക്കിട്ട് കൌൺസിൽ വൈസ് പ്രസിഡന്റ് തസ്തികയിൽ നിയമനം നടത്താനുള്ള സർക്കാരിന്റെ നീക്കം പരാതിയെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.